കെ സുധാകരന് പകരം പുതിയ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേതാക്കന്മാരുടെ ഇടിയോടിടിയാണ്. എ സി സി നേതൃത്വം പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ 6 പേരാണുള്ളത്. എം പിമാരായ ആന്റോ ആന്റണി, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, മറ്റ് നേതാക്കളായ എം ഹസൻ, സണ്ണി ജോസഫ് എന്നിവരാണ് ലിസ്റ്റിലുള്ളത്. ഇതിൽ ഒരാൾ അടുത്ത കെ പി സി സി പ്രസിഡന്റ് ആകും. ഇതിൽ കൂടുതൽ സാധ്യത ആന്റോ ആന്റണിക്കാണെന്ന് കോൺഗ്രസ് നേതാക്കൾ സൂചന നൽകുന്നു. കെ സുധാകരൻ സ്ഥാനം കഴിയുമ്പോൾ ഒരു ക്രൈസ്തവ പ്രാതിനിധ്യം എന്ന നിലയിലാണ് ആന്റോ ആന്റണിക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള അകൽച്ച കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ നിശ്ചലമാക്കുമെന്ന് മാത്രമല്ല, പാർട്ടിയുടെ സാധ്യതകൾക്കും മങ്ങലേൽപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ആശങ്കപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് കെ പി സി സി അധ്യക്ഷനെ മാറ്റി മറ്റൊരാളെ നേതൃത്വം ഏൽപ്പിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള തർക്കം കാരണം പ്രധാന വിഷയങ്ങളിൽ പോലും കൂട്ടായ ചർച്ചയിലൂടെ പൊതു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണോ എന്നതിൽ ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയത്. ഇതിനിടെയാണ് സംഘടനാപരമായ കാര്യങ്ങളിൽ സതീശൻ മുൻകൈ എടുക്കുന്നെന്ന പരാതിയും ഉയർന്നത്. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനും പ്രതിപക്ഷ നേതാവായി സതീശനും ഇരുന്നാൽ വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനാകില്ല. ആ തിരിച്ചറിവാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റി പുനഃസംഘടന നടത്താൻ ദേശീയ നേതൃത്വം നിർബന്ധിതരാകുന്നത്. സുധാകരനെ നിലനിർത്തി പുനഃസംഘടന പൂർത്തിയാക്കാൻ പറ്റില്ല. സുധാകരനെ വിശ്വാസത്തിലെടുത്ത് മാന്യമായി പരിഗണന നൽകിയാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. മാറാൻ തയ്യാറാണെന്ന് സുധാകരൻ സമ്മതിച്ചിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ കെ പി സി സി നേതൃത്വത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് അർഹമായ പ്രാതിനിധ്യമില്ല. ഉമ്മൻചാണ്ടിക്ക് ശേഷം അങ്ങനെ ഒരു പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല. ക്രൈസ്തവ സഭകളെ കയ്യിലെടുക്കണമെങ്കിൽ ഒരു ക്രൈസ്തവനെ തന്നെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരണം. ഇപ്പോൾ തന്നെ ക്രൈസ്തവർ കോൺഗ്രസിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ വോട്ടുകൾ കിട്ടണമെങ്കിൽ ഉയർത്തിക്കാട്ടാൻ ഒരു നേതാവ് വേണം. ഉമ്മൻചാണ്ടിയും പി ടി തോമസും ക്രൈസ്തവ സഭകളിൽ സ്വാധീനമുള്ളവരായിരുന്നു. അവരുടെ അഭാവത്തിൽ പകരം ആരെന്ന ചോദ്യമാണ് ക്രൈസ്തവ സഭകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് എല്ലാ സഭകളുമായും അടുപ്പം സൂക്ഷിക്കുന്ന ആന്റോ ആന്റണിക്ക് നറുക്കു വീഴുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന ആന്റോ ആന്റണി യൂത്ത് കോൺഗ്രസിന്റെയും പാർട്ടിയുടെയും സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്.